പൊതുജനങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് പണം തട്ടിയ സംഘത്തെ പിടികൂടി. ബംഗളൂരു ഹൂളിമാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ റാക്കറ്റ് കുടുങ്ങിയത്. ശ്രീധരൻ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീധരൻ, സാധാരണ ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ വല്ലാതെ കൂടുകയാണ്. കേരളത്തിലടക്കം മറ്റു പല സ്ഥലങ്ങളിലിരുന്ന് നിയന്ത്രിക്കുന്ന തരം ഡിജിറ്റൽ അറസ്റ്റ്, വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളൊക്കെ വ്യാപകമാവുകയാണ്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കായൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ, വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു എന്നൊക്കെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ പണം ആവശ്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ കെണിയിൽപ്പെടുത്തിയാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയത്. അതായത് ഇവരിൽ നിന്ന് തിരിച്ചറിയൽ രേഖകളൊക്കെ കൈക്കലാക്കുന്നു, തുടർന്ന് അക്കൗണ്ടുകൾ തുറക്കുന്നു. ഈ അക്കൗണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുകയും അതുപോലെ തന്നെ ദുബായിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂതാട്ടം കേന്ദ്രങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചൂതാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. തുടർന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. തുടർന്ന് നിരവധി രേഖകളും അതുപോലെ തന്നെ പണവുമൊക്കെ ഇവരുടെ താമസ സ്ഥലത്തു നിന്നൊക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിന് ഉപയോഗിച്ച ഡെബിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ ഫോൺ, അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ, ഏതാണ്ട് 531 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, 5 ലക്ഷം രൂപ എന്നിവയൊക്കെയാണ് ഈ പിടിയിലായ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തത്. അതുപോലെ ചെക്ക് ബുക്കുകളും പാസ്ബുക്കുകളും നിരവധി സിം കാർഡുകളും ഈ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിച്ച ഡിവൈസുകളും ഒക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ 2 പേരിൽ നിന്നുള്ള വിവരത്തെ തുടർന്ന് മറ്റ് 10 പേർ കൂടി ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ ഫോറൻസിക് വിഭാഗവും ഇതിന് പിന്നിലുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി ഇവരെ നിയന്ത്രിക്കുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കൂടി പിടികൂടുന്നതിന്റെ ഒരു ചെറിയ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വലിയ റാക്കറ്റിലേക്ക് തന്നെയാണ് ബംഗളൂരു പോലീസിന്റെ അന്വേഷണം നീളുന്നത്. കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.